ജീസസ്. ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 7 വരെ തിരുലിഖിതങ്ങൾ. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട് കേണപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനമായ വേദന സഹിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. രോഗികളോട്, വേദനയിലിരിക്കുന്നവരോട് മനസ്സലിവുള്ള രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ശുശ്രൂഷ ആമുഖത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന് വേണ്ടി ആ കുടുംബങ്ങളെ മുഴുവൻ അടിമ വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായൊരു ഇടപെടൽ കുടുംബങ്ങളിൽ സംഭവിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. ഒരു അത്ഭുതം നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. 2 കരങ്ങൾ നിങ്ങളിപ്പോൾ ചേർത്ത് പിടിക്കുക. പരിശുദ്ധാത്മാവിന് മുമ്പിൽ നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുക. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, കാലാകാലങ്ങളായി, നൂറ്റാണ്ടുകളിലൂടെ, സഹസ്രാബ്ദങ്ങളിലൂടെ, വലിയ അത്ഭുതങ്ങളിലൂടെ ജനത്തെ നയിച്ച ആത്മാവേ, ഇന്ന് ഈ സമയം ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന, പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ മേൽ നിറയണമേ. ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. വലിയ ആഗ്രഹത്തോടെ എല്ലാവരും ചേർന്ന് ഉറക്കെ ഒരുമിച്ച് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വിശ്വസിച്ച് വിശ്വസിച്ച് പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. ഹൃദയം നുറുങ്ങി വിളിക്കുക, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. വരിക വരിക പരിശുദ്ധാത്മാവേ. ഞങ്ങളിൽ നീ, വരണമേ പരിശുദ്ധാത്മാവേ. കുടുംബങ്ങളിലേക്ക് വരണമേ പരിശുദ്ധാത്മാവേ. ജീവിതങ്ങളിലേക്ക് വരണമേ പരിശുദ്ധാത്മാവേ. വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. പരിശുദ്ധാത്മാവേ, പിതാവിനെ പ്രീതിപ്പെടുത്തേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിവില്ല. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പാപവും വേദനയും രോഗമെല്ലാം ഉള്ളവരാണ് പരിശുദ്ധാത്മാവേ. നിരാശയുണ്ട്, എതിർചിന്തയുണ്ട്, അനുസരണക്കേടുണ്ട്. എങ്കിലും പരിശുദ്ധാത്മാവേ, വിശ്വാസികളെ നയിക്കാൻ അങ്ങേക്ക് കഴിവുണ്ട്. എന്നെ എൻ്റെ പിതാവിന് ഇഷ്ടമുള്ള വിധം നയിക്കാൻ കഴിവുണ്ട്. എൻ്റെ പ്രാർത്ഥന നയിക്കാൻ കഴിവുണ്ട്. ഓ, വിശ്വാസികളെ നയിക്കുന്ന ആത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിതന്നുറവിടമാകും പരിശുദ്ധാത്മാവേ, കരങ്ങൾ കൂപ്പി. വിശുദ്ധിതന്നുറവിടമാകും പരിശുദ്ധാത്മാവേ. വിശ്വാസികൾ തൻ കൂട്ടായ്മയിലെ എഴുന്നള്ളിടണമേ. എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ. എഴുന്നള്ളിടണമേ.
വിശ്വാസികൾ തൻ കൂട്ടായ്മയിലെ Holy Spirit. Come, Holy Spirit. എഴുന്നള്ളിടണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, 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 സ്പർശിക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ. വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഇന്ന് നാം ചിന്തിക്കുന്നത് മക്കളെ നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രേരണ നൽകിയ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ കേരളത്തിലുള്ള മലപ്പുറം ജില്ലയിലെ കരുവാരുകുണ്ട് ദേശത്ത് വസിക്കുന്ന ഒരു സ്കൂൾ ടീച്ചറാണ്. എൻ്റെ പേര് സിനി. മലപ്പുറം ജില്ലയിൽ കരുവാരുകുണ്ട് ദേശത്ത് താമസിക്കുന്നു. അധ്യാപികയാണ് ഞാൻ അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള ടി വിയിലൂടെയുള്ള വചന ശുശ്രൂഷകൾ നിരന്തരം ശ്രവിക്കുന്നൊരു വ്യക്തിയാണ്. ഈ വചന ശുശ്രൂഷകൾ വഴി ധാരാളം അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ ശക്തമായി പ്രാർത്ഥിച്ച ഒരു സംഭവം നിങ്ങളോട് പങ്കുവെക്കാം. ഒരു ആരാധനാ സമയത്ത് അച്ഛൻ പറഞ്ഞു, മക്കളില്ലാത്തവരെ സമർപ്പിച്ച് ഈ സന്ദർഭത്തിൽ മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മക്കളുണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത 4 സുഹൃത്തുക്കളെ ആ സമയത്ത് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇവർക്ക് മക്കളെ ലഭിച്ചാൽ ഞാൻ യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി സാക്ഷ്യപ്പെടുത്താം എന്ന് നേർച്ചയും നേർന്നു. അത്ഭുതം സംഭവിച്ചു തുടങ്ങിയത് 4 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്നിൽ തന്നെയായിരുന്നു ആദ്യം സംഭവിച്ചത്. മകൾ ജനിച്ച് 11 വർഷത്തിന് ശേഷം ദൈവം എനിക്ക് മകനെ നൽകി അനുഗ്രഹിച്ചു. ഈ സംഭവം ഞാൻ പ്രാർത്ഥിക്കുന്ന മറ്റ് 4 പേരോട് പറയുകയും ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയെ വിവരിക്കുകയും ചെയ്തു. 3 മാസത്തിന് ശേഷം എൻ്റെ കൂട്ടുകാരി, അവർക്ക് ഗർഭപാത്രത്തിൽ നീർക്കെട്ട് മൂലം ആദ്യത്തെ കുഞ്ഞ് പിറന്നതിന് ശേഷം പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ തടസ്സമായിരുന്നു. അവൾ ഗർഭിണിയായി. 2ാമത് ഒരു ആൺകുട്ടിയെ നൽകി അനുഗ്രഹിച്ചു. എൻ്റെ പോലെ തന്നെ അവർക്കും 11 വർഷത്തിന് ശേഷമാണ് 2ാമത്തെ കുട്ടിയെ ലഭിച്ചത്. ആരോഗ്യ പ്രശ്നം മൂലം പലതവണ അബോർഷൻ ആവുന്നതിൽ വിഷമിച്ചിരുന്ന കൂടരഞ്ഞിയിൽ താമസിക്കുന്ന എൻ്റെ സുഹൃത്തിന് 3 വർഷത്തിന് ശേഷം ദൈവം ഒരു കുട്ടിയെ നൽകി അനുഗ്രഹിച്ചു. ഇപ്പോൾ 1 വയസ്സ് തികയുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത സുഹൃത്തിൻ്റെ ഫോൺ വന്നു. അധ്യാപകരായ അവർക്ക് 4 വർഷത്തിന് ശേഷം ഒരു ആൺകുട്ടിയെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. അഭിഷേകാഗ്നിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ 1, 2, 3 മാസത്തെ വ്യത്യാസത്തിലാണ് ഓരോരുത്തരും ഗർഭിണിയായത്. അത്ഭുതങ്ങൾ 4ൽ 3ലും സംഭവിച്ചിട്ടും, ആവശ്യപ്പെടാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചിട്ടും 4ാമത്തെ വ്യക്തിയിൽ ഈ ഒരു അത്ഭുതം സാധ്യമല്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ നേർച്ച പൂർത്തിയാക്കാൻ ഞാൻ സാക്ഷ്യപ്പെടുത്തേണ്ടി വരികയില്ല എന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ മനുഷ്യനും അവൻ്റെ ചിന്തകൾക്കും ചികിത്സകൾക്കുപരിയാണ് ദൈവത്തിൻ്റെ ശക്തിയെന്ന് എന്നെ ഉറപ്പിച്ച് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു അടുത്ത സംഭവം. നീണ്ട 16 വർഷക്കാലം ലക്ഷങ്ങൾ മുടക്കി ചികിത്സയും വഴിപാടുമായി കഴിഞ്ഞ് ഒടുവിൽ എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിച്ച പ്രിയ കൂട്ടുകാരി, അവളുടെ ഭർത്താവിന് പെട്ടെന്ന് കരൾ സംബന്ധമായ അസുഖം പിടിച്ചു.
ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞ ഭർത്താവിന് തൻ്റെ കരളിൻ്റെ ഒരു ഭാഗം ദാനം ചെയ്യാൻ അവൾ തീരുമാനിച്ചു. മാതൃഭൂമി ആഴ്ചപ്പതിവിൽ റിപ്പോർട്ട് വന്നൊരു വിഷയമാണിത്. 25 ലക്ഷത്തോളം മുടക്കി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി. ഇനിയൊരു ജീവിതമില്ലെന്ന് ഉറച്ച് വിശ്വസിച്ചാണ് അദ്ദേഹം ഓപ്പറേഷന് വിധേയമായത്. അവളുടെ ഭാവി കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം ഓപ്പറേഷന് പോയത്. ഓപ്പറേഷൻ്റെ ദിവസങ്ങളിലും അതിനു മുമ്പ് ശേഷവും ഞാൻ അവരെ വിളിച്ച് ഫോണിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിക്ക് കാത്തിരിക്കാമെന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ശക്തി മനുഷ്യൻ്റെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും അതീതമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ് കൃത്യം 3 മാസത്തിന് ശേഷം അവൾ ഇതാ ഗർഭിണിയായി. ട്രീറ്റ്മെൻറ്റുകളും ടെസ്റ്റുകളും മരുന്നുകളും മാനസിക ഭാരം എല്ലാം നിമിത്തം ഇനി ഒരു കുഞ്ഞിനെ താങ്ങാൻ അവൾക്ക് കഴിവുണ്ടോ എന്ന് എല്ലാവരും സംശയിച്ചു. എന്നാൽ നല്ല ആരോഗ്യമുള്ള ആൺകുഞ്ഞിനെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. വചന ശുശ്രൂഷയിൽ കൊരുത്ത 5 മക്കളും ഇന്ന് 1.5 വയസ്സ് പ്രായമെത്തി സുഖമായിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന് 1000 സ്തുതിയും മഹത്വം അവർ അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യമാണ്. നോക്ക് ഇവരുടെ അനുഭവം. ഇതിന് ബൈബിളിലും അടിസ്ഥാനമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 25-ാം അധ്യായം, അവിടെ 20 മുതൽ 26 വരെ തിരുലിഖിതങ്ങൾ. അബ്രാഹത്തിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഇസഹാക്ക് കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇസഹാക്കിന് കുട്ടിയെ ലഭിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രാഹത്തിൻ്റെ കുടുംബം അല്ലെങ്കിൽ ഇസഹാക്കിൻ്റെ കുടുംബം അത് ദോഷമുള്ള കുടുംബമായിരുന്നോ? എന്തെങ്കിലും കഠിനമായ ശാപമോ പാപമോ തകർച്ചയോ പാരമ്പര്യ ബന്ധനങ്ങളോ ഉള്ള കുടുംബമായിരുന്നു എന്ന് വിചാരിക്കുന്നുവോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസികളുടെ പിതാവായി ദൈവം തെരഞ്ഞെടുത്ത് അനുഗ്രഹത്തിൻ്റെ നിറകുടമാക്കിയ ഒരു കുടുംബമാണ് അബ്രാഹത്തിൻ്റെ കുടുംബം. ആ കുടുംബത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെട്ട് നൽകിയ അത്ഭുത ശിശുവാണ് ഇസഹാക്ക്. ആ അത്ഭുത ശിശു ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ ആ മനുഷ്യൻ, അതാണ് ഇസഹാക്ക്. സാറായുടെ വാർദ്ധക്യത്തിൽ അബ്രാഹത്തിന്റെ ശരീരം മൃതപ്രായമായപ്പോൾ, സാറയുടെ ഉദരം വന്ധ്യമായപ്പോൾ ദൈവത്തിന്റെ അത്ഭുതം കൊണ്ട് സംഭവിച്ച അത്ഭുത മനുഷ്യനാണ് ഇസഹാക്ക്. ആ ഇസഹാക്കിന്റെ ജീവിത സ്ഥിതിയാണ് പറയണത്. കല്യാണം കഴിച്ചിട്ട് മക്കളുണ്ടാകണില്ല. 40-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. 60 വയസ്സായപ്പോഴാണ് ഒരു കുട്ടി ജനിക്കുന്നത്. 20 വർഷക്കാലം ഇസഹാക്ക് ഒരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം, ഇസഹാക്കിന് 40 വയസ്സുള്ളപ്പോൾ അവൻ റെബേക്കായെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ പാതാൻ ആരാമിലുള്ള ബെത്തുവേലിന്റെ പുത്രിയും ലാബാന്റെ സഹോദരിയുമായിരുന്നു. അവർ അരമായരായിരുന്നു. 21-ാമത്തെ വാക്യത്തിൽ എന്താണ് ഇസഹാക്ക് റെബേക്കയ്ക്ക് വേണ്ടി ചെയ്തത്? ഒരു കുഞ്ഞില്ലായിരുന്ന സമയത്ത് ഇസഹാക്ക് എന്താണ് ചെയ്തത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 25-21. ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റെബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. ഹല്ലേലൂയ. ഇസഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ലെന്ന് കണ്ടപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കുടുംബത്തിൽ ഒരു തടസ്സം വരുമ്പോൾ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്, ദൈവത്തോട് പ്രാർത്ഥിക്കണം. 1 വർഷം പ്രാർത്ഥിച്ചു, 5 വർഷം പ്രാർത്ഥിച്ചു, 10 വർഷം പ്രാർത്ഥിച്ചു, 15 വർഷം പ്രാർത്ഥിച്ചു, എന്നിട്ട് മക്കളുണ്ടായില്ല എങ്കിൽ നിരാശപ്പെടരുത്. ഇസഹാക്ക് നോക്ക്, ഒരു ദോഷമോ ശാപമോ കുടുംബം പ്രശ്നമോ അനർത്ഥമോ കടുങ്കയ്യോ കൊടുങ്ക്രൂരതയോ ഒന്നും ചെയ്ത കുടുംബമല്ല. അത് നല്ല കുടുംബമാണ്. മക്കളില്ലാത്ത കുടുംബങ്ങൾ എന്തെങ്കിലും ദോഷമുള്ള കുടുംബം ചിന്തിക്കരുത്. നല്ല കുടുംബങ്ങളിലും ദൈവം പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങളിൽ ചിലപ്പോൾ മക്കളെ കൊടുക്കാതിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് മക്കൾ ജനിക്കാത്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് ഉത്തരം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഒരു കാര്യം എനിക്കറിയാം, സങ്കീർത്തനം 127:3, മക്കൾ ദൈവത്തിന് ദാനമാണ്, ഉദരപോലെ ഒരു സമ്മാനവും. നമ്മളങ്ങോട്ട് വിചാരിക്കുമ്പോഴേക്കും പിടിപെടാന്നിങ്ങനെ വരുന്ന ഒരു ഏർപ്പാടാണെന്ന് ചിന്തിക്കരുത്. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. മക്കൾ ദൈവത്തിൻ്റെ ദാനവും ഉദരബല ഒരു സമ്മാനവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇസഹാക്ക് പ്രാർത്ഥിച്ചു, ദൈവ പ്രാർത്ഥന കേട്ടു. പക്ഷെ പിറ്റേ വർഷം കൊടുത്തോ? 20 വർഷങ്ങൾക്ക് ശേഷം. അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 25-ാം അധ്യായം 26-ാം വാക്യം. ഇസഹാക്കിന് 60 വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താ നമ്മുടെ ഡ്യൂട്ടി? നമ്മൾക്ക് പ്രാർത്ഥിച്ചിട്ട് മക്കൾ ലഭിക്കുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം, കാത്തിരിക്കണം. കർത്താവിന് കരുണ തോന്നുവോളം
എൻ്റെ കണ്ണുകൾ അവിടുത്തെ തന്നെ നോക്കിയിരിക്കുന്ന വചനപ്രകാരം കർത്താവ് ഇടപെടുന്നത് വരെ കർത്താവിൻ്റെ പദ്ധതികൾക്കായി കാത്തിരിക്കണം. ഇരു കരങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ദൈവമേ, ലോകത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ഒരു അത്ഭുതം ലോകത്തിലേക്ക് അവിടുന്ന് വർഷിക്കണമേ പിതാവേ. യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി മക്കളില്ലാത്ത കുടുംബങ്ങളെ ഇപ്പോൾ അവിടുന്ന് കൈകൾ നീട്ടി അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ കുടുംബങ്ങളിൽ തടസ്സങ്ങൾ മാറട്ടെ. ഇവർ ഏതെല്ലാം കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ കുടുംബങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. എന്നുമെന്നും ഓസ്തിയായി ജീവനേകും സ്നേഹമേ, എന്നിലെന്നും വാസമായി നീയലിഞ്ഞു ചേരണം. തണലാകണം നീ, നിറവാകണം, ഒരുപാട് സ്നേഹത്തിൻ കടലാകണം. തണലാകണം നീ, നിറവാകണം, ഒരുപാട് സ്നേഹത്തിൻ കടലാകണം. സങ്കീർത്തന പുസ്തകത്തിൽ 76-ാം സങ്കീർത്തനം 6-ാമത്തെ തിരുലിഖിതം. യാക്കോബിന്റെ ദൈവമേ, അവിടുന്ന് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലം പതിച്ചു. സങ്കീർത്തനം 29:7. കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. സങ്കീർത്തനം 65:7. തിരമാലകളുടെ അലർച്ചയും സമുദ്രങ്ങളുടെ മുഴക്കവും ജനതകളുടെ കലഹവും അവിടുന്ന് ശമിപ്പിക്കുന്നു. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുതമായ ഒരു ശക്തി ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം, രക്തം, യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം, 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 തിരുരക്തം, യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം. യേശുവേ, അങ്ങയുടെ അത്ഭുത രക്തം രോഗികളിലേക്ക്, ക്ഷീണിതരിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. വിടുതൽ, വിടുതൽ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. കരങ്ങളടിച്ച്. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. വിശ്വാസത്തോടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. കരങ്ങൾ രക്തം, ഉയർത്തിയടിച്ച്. രക്തം, യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം, വിടുതൽ, വിടുതൽ. രക്തം, രക്തം, യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം. തുടർന്നുള്ള നിമിഷങ്ങളിൽ
ഓരോ കുടുംബങ്ങളും കുടുംബമായി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് അത്ഭുതകരമായ ശക്തി പുറപ്പെട്ട് കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കുന്ന സമയമാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാം തിരുലിഖിതം. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം തിരുലിഖിതം. എന്തെന്നാൽ രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു. ആ യേശുവാണ് ദിവ്യകാരുണ്യ രൂപനായി ഇപ്പോൾ അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, കുടുംബമായി ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക. ഈ സമയത്ത് നിങ്ങൾ വേറെ ഏതെങ്കിലും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബങ്ങളെ സമർപ്പിക്കുക. മക്കളില്ലാത്ത ഏതെങ്കിലും കുടുംബങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസപൂർവം ആ കുടുംബങ്ങളെ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കട്ടെ. മാതാപിതാക്കൾ നിങ്ങളുടെ മക്കള് കുഞ്ഞുങ്ങളില്ലാതെ വിദൂര ദേശങ്ങളിലോ വിദേശത്തോ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ മുട്ടുമേൽ നിന്ന് ആ കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സോ സഹപ്രവർത്തകരോ സ്കൂളിൽ ജോലി ചെയ്യുന്നവരോ ഒപ്പം ജോലി ചെയ്യുന്നവരോ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ആ കുടുംബങ്ങളെ സമർപ്പിച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. രണ്ട് കരങ്ങളും യേശുവിന്റെ സാന്നിധ്യത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഓരോ തടസ്സങ്ങളുടെ മേലും യേശുവിന്റെ രക്തത്താൽ വിടുതലിന് വേണ്ടി തിരുസഭയുടെ കൂട്ടായ്മയിൽ ഇതാ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ച് ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്ന ഈ സമയത്ത് കാലങ്ങളായുള്ള തടസ്സങ്ങൾ, തിന്മകൾ, ഉപദ്രവങ്ങൾ വിട്ടുപോകുന്ന സമയമാണ്. കരങ്ങൾ നന്നായി ഉയർത്തിപ്പിടിക്കുക. വിശ്വാസം ഉണർത്തുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. സെഗിയോൻ ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കാലങ്ങളായി ഈ കുടുംബങ്ങളിൽ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ തരത്തിലുള്ള സംശയങ്ങൾ, ഭിന്നത, എതിർപ്പ്, വഴക്ക്, തമ്മിൽ യോജിപ്പില്ലായ്മ, സന്തോഷമില്ലായ്മ, തളം കെട്ടിക്കുന്ന ദുഃഖങ്ങൾ, എല്ലാ ദുഃഖപീഠകളും സംശയങ്ങളും ഭിന്നിപ്പും എതിർപ്പും യേശുവിന്റെ രക്തത്താൽ ചിഹ്ന ഭിന്നമാകട്ടെ. രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം രക്തം വിടുതൽ വിടുതൽ. യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം യേശുവിൻ രക്തം യേശുവിൻ രക്തം. ഈ കുടുംബങ്ങൾ സന്തോഷം പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, ശാരീരികമായ അസ്വസ്ഥതകൾ, മറ്റുപദ്രവങ്ങൾ, എല്ലാ രോഗങ്ങളും തടസ്സങ്ങളും കുഞ്ഞുങ്ങളുണ്ടാകാൻ, മക്കളുണ്ടാകാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ ശക്തികളും രോഗശക്തികളും യേശുവിന്റെ തിരുരക്തത്താൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം 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 യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം യേശുവിൻ രക്തം യേശുവിൻ രക്തം യേശുവിൻ രക്തം.